നമസ്കാരം, പോർച്ചുഗീസ് ന്യൂസിലേക്ക് സ്വാഗതം. ലോകരാജ്യങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പല സംഭവ വികാസങ്ങൾ തന്നെയാണ് ലോകത്ത് അരങ്ങേറുന്നത്. ഗസയിൽ ഇസ്രയേലിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണം ആരംഭിച്ചത് മുതൽ അതിന് തുടക്കം കുറിക്കുകയായിരുന്നു. പലസ്തീനെ പിന്നീട് ഇറാനും ഇറാനെ പിന്തുണയ്ക്കുന്ന പല സഖ്യങ്ങളും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇസ്രയേലിനാണെങ്കിലോ ഇറാനെ ആക്രമിക്കുകയും വേണം. അതിന് അമേരിക്കയുടെ പിന്തുണ കൂടിയേ തീരൂ. എന്നാൽ അത്തരമൊരു പിന്തുണ അമേരിക്ക ഇസ്രയേലിന് നൽകിയാൽ പശ്ചിമേഷ്യയിലുള്ള പല അമേരിക്കൻ സൈനിക താവളങ്ങളും ആക്രമിക്കപ്പെടുമെന്ന് ട്രംപിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇസ്രയേലിനെ ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. അതായത് ഇറാനുമായി ഇസ്രയേൽ ഒരു യുദ്ധം പ്രഖ്യാപിച്ചാൽ അതിന്റെ ദൂഷ്യഫലങ്ങൾ അമേരിക്കയും അനുഭവിക്കേണ്ടി വരും. കൂടാതെ ജൂതരാഷ്ട്രമായ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ നോക്കിയാൽ അത് അമേരിക്കയുടെ സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങളെയും പ്രതിരോധത്തിലാക്കും. ഈ കാര്യം സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ്. അതോടെ ഉപരോധം കൊണ്ട് ഇറാനെ ഒതുക്കാമെന്നാണ് ട്രംപ് വിചാരിക്കുന്നത്. സ്വന്തം ജനങ്ങൾ തന്നെ ഇപ്പോൾ ട്രംപിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലോസ് ആഞ്ചലസിൽ നിന്ന് വരുന്ന തെരുവുകളിലെ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജപ്പാൻ ദ്വീപായ ഒക്കിനാവയിലെ അമേരിക്കൻ വ്യോമതാവളത്തിലെ സംഭരണ ഡിപ്പോയിലുണ്ടായ സ്ഫോടനമാണ് ഇപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. നിരവധി പേർക്കാണ് ഈ സ്ഫോടനത്തിൽ പരിക്കേൽക്കുകയുണ്ടായത്. മാത്രമല്ല വലിയ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ ഇറാന്റെയോ അവരുടെ സായുധ ഗ്രൂപ്പുകളുടെയോ പങ്കുണ്ടോ എന്നാണ് CIA-യും മൊസാദും സംശയിക്കുന്നത്. കാരണം ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ഒരു നീക്കം നടത്തിയാൽ അവരുടെ സൈനിക നീക്കങ്ങൾക്ക് പ്രധാന ഘടകമാണ് ഈ വ്യോമതാവളം. എന്നാൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാതെ ഇറാനെതിരെ ചെറിയൊരു ആക്രമണം പോലും നടത്താൻ ഇസ്രയേലിന് സാധിക്കുകയുമില്ല. കൂടാതെ ഇറാനെ പോലുള്ള ഒരു സൈനിക ശക്തിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള കരുത്ത് നിലവിൽ ഇസ്രയേലിന് തനിച്ച് ഇല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആക്രമണം നടക്കുന്നുണ്ടെങ്കിൽ ഇരു രാജ്യങ്ങളും സംയുക്തമായാണ് ഇറാനെ ആക്രമിക്കുക. ഈ പശ്ചാത്തലത്തിലാണ് ജപ്പാനിലെ അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തെ വിലയിരുത്തേണ്ടത്. ഏഷ്യ പസഫിക് മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ വ്യോമതാവളത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നത് സ്ഫോടനത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. പസഫിക്കിന്റെ താക്കോൽ എന്നാണ് പലപ്പോഴും ഇവയെ വിശേഷിപ്പിക്കാറുള്ളത്. ജപ്പാന്റെയും അമേരിക്കയുടെയും സൈനിക ഉദ്യോഗസ്ഥർ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വിലയിരുത്തുകയാണ്. നിരവധി രാജ്യങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന കേന്ദ്രത്തിൽ നടന്ന സ്ഫോടനം വരാനിരിക്കുന്ന വൻ സ്ഫോടനങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ടായാണ് യുദ്ധ വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ ഇറാന്റെ കരങ്ങൾ ഉണ്ടോ എന്നത് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. കണ്ടറിയാം ഇതിന് പിന്നാലെ ഇനി എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ലോകത്ത് അരങ്ങേറാനിരിക്കുന്നതെന്ന്.